everyone, welcome back. ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്ന തലവേദന പിടിച്ച ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ മിസ്റ്റേക്ക് ആവാൻ ചിലപ്പോൾ ഗസ് ചെയ്ത് പോകാറുണ്ട്, അതുപോലെ മാർക്ക് കിട്ടാതെ പോകുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. നമ്മൾ അടിപൊളിയായിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ പഠിച്ചെടുക്കാൻ പോവാണ്. സോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നേരെ നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാസേജിലെ ഒരു ചെറിയ ഭാഗം, അതിനകത്ത് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്സ് ഉള്ള ഭാഗം ഉണ്ടാവും. നമ്മൾ ആദ്യം സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് ഇതിനകത്ത് ഒരു ക്ലൂ ഉണ്ടാവും. ആ ക്ലൂ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏത് ടെൻസിലാണ്, പ്രസൻറ്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ. ക്ലൂ വേർഡ്സ് ഏതൊക്കെയാണ്? ലാസ്റ്റ് ഇയർ അല്ലേ, അല്ലെങ്കിൽ യെസ്റ്റർഡേ, അല്ലെങ്കിൽ ടുഡേ എന്നൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ടുഡേ ആണെങ്കിൽ പ്രസന്റ് ടെൻസ് ആണെന്നും, ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ യെസ്റ്റർഡേ എന്നൊക്കെ ആണെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ ആൻസറിലേക്ക് എത്താൻ പറ്റും, ടെൻസിന്റെ ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റും. സോ ആദ്യം നമ്മൾ ഒരു ക്ഷമ കാണിക്കുക, കംപ്ലീറ്റ് ഒന്ന് വായിക്കുക. ഈവൻ സെലിബ്രിറ്റീസ് ഹു ഹാഡ് ഹിയർ അബൌട്ട് ഹിം വർ ഈഗർ എന്ന് പറയുന്നതിൽ നമുക്ക് മനസ്സിലായി, ഹാഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് പാസ്റ്റ് ടെൻസ് ആണ്. ഒരൊറ്റ കാര്യം അവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഹാഡ് ഹിയറിലാണ് മിസ്റ്റേക്ക് ഉള്ളത് അല്ലേ. ഹാഡ്, അതുപോലെ ഹാസ്, അതുപോലെ ഹാവ്, ഇവന്മാരുടെ കൂടെ വരുന്ന വെർബ് എപ്പോഴും V3യിലായിരിക്കും. വെർബിൻ്റെ V3 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗോ V1 ആണ് അല്ലേ. ഇനിയോ അതിൻ്റെ V2 എന്ന് പറഞ്ഞാൽ വെൻ്റ് ആണ്. V3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോണാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഏതൊരു വേർബിനും എന്തുണ്ടാവും? ഇപ്പോൾ പ്ലേ എന്ന് പറഞ്ഞാൽ V1, പ്ലേഡ് എന്ന് പറഞ്ഞാൽ V2, പ്ലേഡ് തന്നെയാണ് അതിൻ്റെ V3. ഓക്കെ, കമ്മ് V1, കെയിം V2, കമ്മ് തന്നെയാണ് അതിൻ്റെ V3. റൈറ്റ് V1, റോട്ട് V2, റിട്ടൺ ആണ് അതിൻ്റെ V3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാ വേർബിനും 3 ഫോം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം, ഹാവ്, ഹാസ്, ഹാഡിൻ്റെ കൂടെ, ഹാവ് എന്നോ ഹാസ് എന്നോ ഹാഡ് എന്നോ വേർഡിൻ്റെ കൂടെ എപ്പോഴും വെർബിൻ്റെ 3ാമത്തെ രൂപമായിരിക്കും വരിക. ഇവിടെ ഹിയർ എന്നാണ് തന്നിട്ടുള്ളത്, ഹിയർ V1 ആണ് അല്ലേ. ഹിയർ എന്ന് പറഞ്ഞാൽ V1 രൂപമാണ്. സോ ഹിയർ അല്ല വരിക, എന്താ വരിക? ഹേർഡ് എന്നാണ് പറയേണ്ടത്. റെഡി അല്ലേ? അടുത്തത്, about him were eager for meet him in person. എന്താ മിസ്റ്റേക്ക്? യെസ്, ഈവൻ സെലിബ്രിറ്റീസ് ഹു ഹാഡ് ഹേർഡ് അബൌട്ട് ഹിം were eager for meet എന്നല്ല നമ്മൾ പറയാ, eager to meet എന്നാണ് പറയാ അല്ലേ. പ്രപ്പോസിഷൻ ആ മിസ്റ്റേക്ക്. ഈഗർ ഫോർ മീറ്റ് അല്ല, ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നൊക്കെ അർത്ഥം. ഓക്കെ, ഐ എം ഗോയിങ് ഫോർ, ഞാൻ അതിന് വേണ്ടി പോവാണ്, അല്ലെങ്കിൽ ദിസ് ഇസ് ഫോർ യു, നിനക്ക് വേണ്ടിയാണിത് എന്നൊക്കെ പറയാം അല്ലേ. ഇവിടെ ടു മീറ്റ് ഹിം, അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അവിടെ ആ അർത്ഥത്തിലല്ല പറയുന്നത് അല്ലേ. അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ടു ആണ് വരിക. ഓക്കെ, ഈഗർ ഫോർ മീറ്റ് അല്ല, ഈഗർ ടു മീറ്റ് ഹിം ഇൻ പേഴ്സൺ എന്നാണ് അർത്ഥം. ഇനിയോ perhaps ഒരു പക്ഷേ few would believe that when Gandhiji was told that Mr. Charlie Chaplin would like to see him, he innocently asked who that distinguished person was. He innocently asked, വളരെ എന്താണ് നിഷ്കളങ്കമായിട്ട് അദ്ദേഹം ചോദിച്ചു who that distinguished person were എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം പേഴ്സൺ എന്ന് പറയുന്നത് ഇവിടെ ഒരാളേ ഉള്ളൂ, അപ്പോൾ ഇവിടെ വേർ വരൂല. എന്താണ് വരിക? വേറല്ല വരിക, മറിച്ച് എന്താണ് വരിക? യെസ്, വാസ് ആണ് വരിക. എന്തുകൊണ്ട് വാസ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈസ്, വാസ്, അതുപോലെ തന്നെ ഹാസ്, അതുപോലെ ഡസ്. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേസ്, ഇതൊക്കെ എന്താണ്? സിംഗുലർ ആണ്. പ്ലൂറൽ ആരൊക്കെയാണ്? ആറ്, വേറ്, ഓക്കെ, ഹാവ്, ഡു, അതുപോലെ പ്ലേ, ഇതൊക്കെയാണ് പ്ലൂറൽ. എന്തൊക്കെയാണ്? സിംഗുലർ ആണ് ഇവരൊക്കെ. സിംഗുലർ എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരാൾ മാത്രം അല്ലേ. പ്ലൂറൽ പറഞ്ഞാൽ അറിയാലോ കുറേ ആൾക്കാരുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഹീൻ്റെ കൂടെ വാസ് ആണ് ഉപയോഗിക്കുക, ഷീൻ്റെ കൂടെ ഈസും വാസും ആണ് ഉപയോഗിക്കുക അല്ലേ. അല്ലെങ്കിൽ ഹിയോ അല്ലെങ്കിൽ ഷീൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇവരൊക്കെ പ്ലേസിൻ്റെ കൂടെയും ഹിയോ ഹാസോ ആണ്, ഷിയോ ഒക്കെ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ സിംഗുലർ എങ്ങനെയാണ് സാറേ? ഓർത്തു വെക്കുക, ഒരു ഐഡിയ ഉണ്ട്, നോക്കിക്കോ. എസ് ലാസ്റ്റിൽ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ സിംഗുലർ ആണെന്ന് ഓർത്ത് വെക്കുക. ഹാസ്, ഡസ്, പ്ലേസ്, ഈസ് എന്നൊക്കെ പറഞ്ഞതിൽ എസ് ലാസ്റ്റിൽ വരുന്നില്ലേ, അപ്പോൾ അത് സിംഗുലർ ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി നോക്കുക, ഹീ
സിംഗുലർ ആണ്, അപ്പോൾ വാസ് ആണ് വരേണ്ടത്. ഷീ സിംഗുലർ ആണ്, അപ്പോൾ ഈസ് ആണ് വരുന്നത്. ദേയുടെ കൂടെയാണ് നമ്മൾ ആർ ഉപയോഗിക്കുക, ദേ ആർ അല്ലെ. അല്ലെങ്കിൽ പീപ്പിൾ വേർ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് ഹാവ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവരെയാണ് പ്ലൂറൽ എന്ന് പറയാം. ഇവിടെ ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ എന്താണ് ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇവിടെ ചാർലി ചാപ്ലിനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, വേറല്ല പറയേണ്ടത്, വാസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ സാർ? അല്ല, ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ എഡിറ്റിങ്ങിൽ മനസ്സിലാക്കാൻ. നമുക്ക് ഓരോന്നിലേക്കും ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, റോഷൻ ഗെറ്റ് അപ്പ് അറ്റ് 5 in morning every day. ഈ ഒരു ചോദ്യത്തിൽ റോഷൻ എന്ന് പറയുന്ന ആള് സിംഗുലർ ആണ്, ഒരാളെ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അല്ലെ. ആ സിംഗുലർ ആണെങ്കിൽ ഹി എന്ന് പറയുന്ന സിംഗുലർ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ റോഷൻ എന്ന് പറയുന്ന ഒരു കുട്ടി സിംഗുലർ അല്ലെ. ഇയാളുടെ കൂടെ നമ്മൾ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. വെർബ് എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. ഹി ഈസ് എന്ന് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഹി പ്ലേസ് എന്ന് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഹി ഡസ് എന്ന് ഉപയോഗിക്കണം. സിംഗുലർ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. റോഷൻ എന്ന് പറയുമ്പോഴും സിംഗുലർ അല്ലേ. അപ്പോൾ റോഷൻ ഗെറ്റ് ആണോ ഗെറ്റ്സ് ആണോ വേണ്ടത്? ഗെറ്റ്സ് ആണ് വേണ്ടത്. എന്താണ് കാരണം? നമുക്കറിയാം, റോഷൻ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ, അപ്പോൾ സിംഗുലർ ആക്കണം. സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ആളാണ് ആര്? ഇവിടെ ഗെറ്റ്സ് എന്നാക്കി. റെഡിയല്ലേ? ഓക്കെ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. ഇതാണ് നിയമം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ലാസ്റ്റ് ഇയർ ഐ ഹാവ് ഗോൺ ടു എ വില്ലേജ് ടു ഇനോഗ്രേറ്റ് എ പ്രോഗ്രാം. എന്താണ് അവിടെ മിസ്റ്റേക്ക് നോക്കാം. ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതാണ് അവിടുത്തെ ക്ലൂ. ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ വർഷമാണ് അല്ലേ, അത് പാസ്റ്റിൽ നടന്ന കാര്യമാണ്. അപ്പോൾ യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ അതെന്തായിരിക്കും, കഴിഞ്ഞതാണ്, കഴിഞ്ഞു പോയൊരു കാര്യമാണ്. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഹാവ് ഗോൺ എന്ന്. ഹാവ് ഗോൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു വേർഡ് സെന്റൻസിൽ ഹാവോ ഹാസോ ഉപയോഗിക്കുകയാണെങ്കിൽ തൊട്ട് മുന്നേ നടന്ന ഒരു കാര്യം പറയാനാണ് നമ്മൾ ഹാവോ ഹാസോ ഉപയോഗിക്കുക. ഞാൻ പറയാണ്, ദ ടീച്ചർ ഹാസ് ഗോൺ ഔട്ട് സൈഡ്. ടീച്ചർ ഇപ്പൊ പുറത്തേക്ക് പോയിട്ടുള്ളൂ എന്നർത്ഥം. ടീച്ചർ വെന്റ് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാലോ, ടീച്ചർ പുറത്തേക്ക് പോയി. അത് എപ്പോഴും പോയതാവാം, ഇന്നലെ പോയതാവാം, ഒരു വർഷം മുമ്പേ പോയതാവാം, എപ്പോൾ പോയതാവാം. പാസ്റ്റ് ടെൻസിൽ നടന്നൊരു കാര്യമാണ്. പക്ഷെ തൊട്ട് മുന്നേ പോയിട്ടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഹാവോ ഹാസോ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ നോക്ക് ഇനി സെന്റൻസിലേക്ക്, ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ഐ ഹാവ് ഗോൺ ടു എ വില്ലേജ്. ഞാൻ തൊട്ട് മുമ്പേ ഒരു വില്ലേജ് പോയിട്ടുള്ളൂ. അത് ശരിയാവില്ലല്ലോ. കഴിഞ്ഞ വർഷം തൊട്ട് മുമ്പേ എങ്ങനെയാവാ? റെഡിയല്ലേ? അപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. അവിടെ എന്ത് പറഞ്ഞാൽ മതി, വെന്റ് എന്ന് പറഞ്ഞാൽ മതി. റെഡിയല്ലേ? വെന്റ് പാസ്റ്റ് ടെൻസ് ആണ്, ലാസ്റ്റ് ഇയർ കഴിഞ്ഞതാണ്. ലാസ്റ്റ് ഇയർ ഐ വെന്റ്. ഓക്കെ, ഐ ഹാവ് ഗോൺ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ഹാവ് ഗോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോയതാണ്. റെഡിയല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ശ്യാം ഇസ് വൺ ഓഫ് ദ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ് ഇൻ ദ സ്കൂൾ. മിസ്റ്റേക്ക് സ്റ്റുഡൻറ്റിലാണെന്ന് പറയുന്നു. എന്താ മിസ്റ്റേക്ക്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത് ആരാന്നറിയോ? യെസ്, വൺ ഓഫ് ദ ആണ്. ഏതാണ്? വൺ ഓഫ് ദ ആണ്. വൺ ഓഫ് ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു കൂട്ടം ആളുകളിൽ നിന്നും അല്ലെങ്കിൽ ഒരു കൂട്ടം സാധനങ്ങളിൽ നിന്നും ഒരെണ്ണം എന്നാണ് അർത്ഥം അല്ലേ. വൺ ഓഫ് ദ ബോയ്സ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്, അതിൻ്റെ അകത്ത് ഒരു കുട്ടി. വൺ ഓഫ് ദ ബോയ്സ് എന്നാണ് പറയാം. വൺ ഓഫ് ദ ഗേൾസ് ഇൻ ദ ഫസ്റ്റ് ബെഞ്ച്. ഫസ്റ്റ് ബെഞ്ചിൽ കുറേ പെൺകുട്ടികളുണ്ട്, അതിൽ ഒരു പെൺകുട്ടി. മനസ്സിലായില്ലേ? അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ശ്യാം എന്ന് പറയുന്നവൻ ഈസ് വൺ ഓഫ് ദ ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ എന്നാവണം. സ്കൂളിൽ കുറേ കുട്ടികളുണ്ട്, അതിനകത്ത് ഒരു കുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്റ്റുഡൻ്റ് എന്ന് പോരാ, അവിടെ എന്ത് വേണം? സ്റ്റുഡൻസ് എന്നാക്കണം. അപ്പോൾ സെൻറ്റൻസിൽ വൺ ഓഫ് ദ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള നൗൺ എന്താക്കുക? പ്ലൂറലാക്കുക. സ്റ്റുഡൻറ്റ് പോരാ സ്റ്റുഡൻസ് എന്നാക്കുക, ബോയ് പോരാ ബോയ്സ് എന്നാക്കുക, ഗേൾ പോരാ ഗേൾസ് എന്നാക്കുക. ക്ലിയർ അല്ലേ? ക്ലൂ ഏതാണ്? ഇവിടെ വൺ ഓഫ് ദ ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എവ്രി വൺ ഇൻ ദ ക്ലാസ് ഹാവ് ടേക്കൺ ദ വാക്സിൻ. ഇവിടെ എന്താ മിസ്റ്റേക്ക്? എവ്രി വൺ ആണ് നമ്മുടെ ക്ലൂ. എവ്രി വൺ ആണ് നമ്മുടെ ക്ലൂ. നിങ്ങളിങ്ങനെ ആലോചിക്കുക, വൺ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ അല്ലേ? എവ്രി വൺ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, ഓരോരുത്തരും എന്നാണ് നമ്മൾ പറയുക അല്ലേ. ക്ലാസ്സിലെ ഓരോരുത്തരും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് സിംഗുലർ ആയിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ ഹാവ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഹാസ് ആണ് സിംഗുലർ, ഹാവ് അതിൻ്റെ പ്ലൂറൽ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ എന്തായിരിക്കും വരിക? എവ്രി വൺ ഹാസ് ആണ് വരിക, സിംഗുലർ എസ്. മനസ്സിലായോ? എവ്രി വൺ എന്ന് പറയുമ്പോൾ ഒന്ന് സിംഗുലർ, അപ്പുറത്ത്
വെർബ് സിംഗുലർ ആവണം. ഹാവ് പ്ലൂറലാണ്, ഹാസ് ആണ് അതിൻ്റെ സിംഗുലർ. സെറ്റ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് പ്രൊഫൈൽ എഴുതുമ്പോൾ ഇത് സാധനം വേണം. ഓക്കെ, ഫിൽ ദ ബ്ലാങ്ക്സിൽ ഇത് വരാം. നോക്കിക്കോ. ഹി വാസ് ബോൺ ഡാഷ് 2nd October. ഹി വാസ് ബോൺ 2nd October എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? 2nd October എന്ന് പറഞ്ഞാൽ എന്താ? അത് ഡേറ്റ് ആണ് സാർ, അല്ലേ? അപ്പോൾ ഡേറ്റിൻ്റെ മുമ്പിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഡേറ്റിൻ്റെ മുമ്പിൽ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുക. ഡേറ്റിന് ഒരു എക്സാമ്പിൾ പറയുമോ സാർ? 17 August എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ 17/8 എന്നൊക്കെ നമ്മൾ പറയില്ലേ, 2023 4 ഇങ്ങനെ എഴുതൂലേ? ഇതാ ഡേറ്റ്. അതേപോലെ ഡേ എന്ന് പറഞ്ഞാൽ മൺഡേ, ട്യൂസ്ഡേ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയുന്നതിൻ്റെ മുമ്പിലും നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുക. ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ സൺഡേസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഡേറ്റ് ആയി, ഡേ ആയി. അതുപോലെ സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, 2 സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ചെറിയ സ്ഥലം ഉണ്ടാവുമല്ലോ. 2 സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ചെറിയ സ്ഥലത്തിന് മുമ്പിൽ നമ്മൾ അറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഓൺ ഒരു കാരണവശാലും ഒരു സ്ഥലത്തിന് മുമ്പിൽ ഉപയോഗിക്കില്ല. ഐ വാസ് ബോൺ ഓൺ കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് മേലെയാണ് പ്രസവിച്ചത്, അങ്ങനെ പറയോ? ഇല്ല. അപ്പോൾ ഓൺ ഉപയോഗിക്കില്ല, അറ്റാണ് ചെറുതിന് മുമ്പിൽ ഉപയോഗിക്കുക. അത് തന്നെ കമ്പാരിറ്റീവ്ലി വലിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ, രണ്ടാമത്തെ പറഞ്ഞത് വലുതായ സ്ഥലമായിരിക്കും. ആ വലുതിന് മുമ്പിൽ എന്താ ഉപയോഗിക്കുക? ഇന്നാണ് ഉപയോഗിക്കുക. വലുതിന് മുമ്പിൽ എന്താ ഉപയോഗിക്കുക? ഇന്നാണ് നമ്മൾ ഉപയോഗിക്കുക. ഐ വാസ് ബോൺ അറ്റ് കാലിക്കറ്റ് ഇൻ കേരള. ഐ വാസ് ബോൺ അറ്റ്, ഇവിടെ ഗാന്ധിജിയുടെ പറയുന്നത് ഹി വാസ് ബോൺ ഓൺ 2nd October. ഇവിടെ ഓൺ ആണ് വരിക അല്ലേ? ഡേറ്റ് ആയതുകൊണ്ട്, ഡേറ്റ് അല്ല ഇവിടെ, അപ്പോൾ ഡേറ്റ് ആയതുകൊണ്ട് ഓൺ വന്നു. ഇനിയോ ഡാഷ് പോർബന്ദർ. പോർബന്ദർ സ്ഥലമാണ് ഗുജറാത്തിലെ. പോർബന്ദർ അപ്പോൾ ചെറിയ സ്ഥലമാണ് അല്ലേ? ആദ്യം പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അറ്റ് പോർബന്ദർ ഡാഷ് ഗുജറാത്ത്. ഗുജറാത്ത് വലിയ സ്ഥലമാണ്, അപ്പോൾ ഇൻ ഗുജറാത്ത്. രണ്ടാമത് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അത് ഓർമ്മയില്ലെങ്കിൽ ABCDയിൽ നിങ്ങൾ ആദ്യം എ അല്ലേ വരിക, അപ്പോൾ അറ്റ് ആദ്യം ആലോചിച്ച് വെക്കുക. ആദ്യം പറഞ്ഞ സ്ഥലത്തിന് മുമ്പിൽ അറ്റ്, രണ്ടാമത് പറഞ്ഞ സ്ഥലത്തിന് മുമ്പിൽ എന്തായിരിക്കും? ഇന്ന്. അപ്പോൾ ഇങ്ങനെ ഓർത്തു വെക്കുക. ഡേറ്റ് വന്നാൽ ഓണ്, ഡേ വന്നാൽ ഓണ്, ഓക്കെ, പ്ലേസ് വന്നാൽ അറ്റ്, പിന്നെ വന്നാൽ ഇന്ന് അല്ലേ? അതുപോലെ അപ്പം സംശയം, ഇയർ വന്നാലോ? ഇപ്പം 1998 എന്ന് മാത്രമാണെങ്കിലോ, ഇയർ വന്നാലും ഇന്നാണ് വരിക. ഓക്കെ, മന്ത് വന്നാലും ഇന്നാണ് വരിക. ഓൺ അല്ല, ഇൻ ഓഗസ്റ്റ്, ഓക്കെ, ഇൻ ജൂലൈ, ഇൻ ഡിസംബർ എന്നൊക്കെയാണ് നമ്മൾ പറയാം. അപ്പോൾ ഇങ്ങനെ അടുത്ത് നോക്കുക. ഡേറ്റും ഡേയും ഓണാണ്, ഇയർ വന്നാൽ ഇന്നാണ്, മന്ത് വന്നാൽ ഇന്നാണ്, പ്ലേസ് വന്നാൽ അറ്റാണ്, പിന്നെയും വന്നാൽ ഇന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഓർത്തു വെക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. റൊണാൾഡോ CR7. റൊണാൾഡോ ടോൾഡ് ദാറ്റ് ദേ വിൽ വിൻ ദ മാച്ച്. ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. വില്ലല്ല വരിക, വുഡ് ആണ് വരിക. എന്താ വരിക? വുഡ് ആണ് വരിക. എങ്ങനെ മനസ്സിലായി? മനസ്സിലാവാനുള്ള ക്ലൂ ടോൾഡ് ആണ്. ടോൾഡ് ദാറ്റ്, സെഡ് ദാറ്റ് എന്നൊക്കെ കണ്ടാൽ, ടോൾഡ് ദാറ്റ്, സെഡ് ദാറ്റ് എന്നൊക്കെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക അവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ടോൾഡ് ദാറ്റ്, സെഡ് ദാറ്റ് എന്നൊക്കെ കണ്ടാൽ ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. റിപ്പോർട്ടഡ് സ്പീച്ച് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ടോൾഡ് ദാറ്റ്, ഹി ടോൾഡ് ദാറ്റ്, ഹി സെഡ് ദാറ്റ് കണ്ടാൽ ഉറപ്പിക്കുക റിപ്പോർട്ട് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ എപ്പോഴും പ്രസന്റ് ടെൻസ് അല്ല വരിക. പ്രസന്റ് ടെൻസിനെ നമ്മൾ എന്താക്കി മാറ്റണം? പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ വില്ല് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്, അതിൻ്റെ എന്തിലേക്ക് മാറ്റാം? പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റാം. ഓക്കെ, വുഡിലേക്ക് മാറ്റാം. ക്യാൻ എന്ന് പറയുന്നതിനെ കുഡിലേക്ക് മാറ്റാം. ഷാൽ എന്ന് പറയുന്നത് ഷുഡിലേക്ക് മാറ്റാം. പ്ലേ എന്ന് പറയുന്നതിനെ പ്ലേഡിലേക്ക് മാറ്റാം. റെഡി അല്ലേ? അപ്പോൾ അതാണ് അതിലെ മിസ്റ്റേക്ക്. ക്ലൂ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തന്നു. ഏതാണ് ക്ലൂ? ക്ലൂ ഇതാണ്, ടോൾഡ് ദാറ്റ് ആണ്. റെഡി അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിമ്പിളായി കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ യൂണിവേഴ്സിറ്റി ഓഫർ ഡിഫറെൻറ്റ് കോഴ്സസ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഓഫർ ആണ്. ഓഫർ ക്ലോസസ് സൂൺ അല്ലേ? പറ. ദ യൂണിവേഴ്സിറ്റി ഓഫർ ഡിഫറെൻറ്റ് കോഴ്സസ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സാറേ ഒരു സ്ഥലമേ ഉള്ളൂ, അപ്പം അത് സിംഗുലർ ആണ്. അങ്ങനെയെങ്കിൽ ഓഫർ പോരാ, ഓഫേഴ്സ് വേണം. റെഡി അല്ലേ? യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഉള്ളൂ, ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റി ഒന്നായതുകൊണ്ട് ഓഫേഴ്സ് വേണം. ഓക്കെ, അടുത്തത് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സിമ്പിളാണ്. ഹീ പ്ലേ ഫുട്ബോൾ. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. ഹീ പ്ലേ ഫുട്ബോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പ്ലേയിലാണ് മിസ്റ്റേക്ക്. അറിയാമെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ എനിക്ക് തോന്നുന്നു
കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനിയും കത്താത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, ആൻസർ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും ടഫ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോയിൽ നമുക്ക് അതായിട്ട് വരാം. താങ്ക്